ഇന്നത്തെ യാത്ര എന്ന് പറയുമ്പോൾ റാസൽഖോറിലെ വാഹന മാർക്കറ്റിലേക്കാണ്. നമ്മുടെ വണ്ടി സെയിൽ ചെയ്തതിന് ശേഷം നമുക്ക് യാത്ര ചെയ്യാൻ വണ്ടി ആവശ്യമാണല്ലോ. അപ്പോൾ ദുബായിലെ കാർസ് 24-ലും അതേപോലെ അൽഫുത്തൈം മാളിലും പിന്നെ കാർഗൽ കാസിലൊക്കെ പോയി നോക്കി നമ്മൾ. കാർഗൽ കാസിൻ്റെ ഒരു ഔട്ട്ലെറ്റിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ അതോടനുബന്ധിച്ച് ഞാൻ RTA ബസ്സിൻ്റെ ഡബിൾ ഡെക്കറിലാണ് യാത്ര ചെയ്യുന്നത്. ഈ യാത്ര തുടങ്ങുന്നത് കിസീസ് ഭാഗത്തു നിന്നാണ്. കിസീസ് മെട്രോ സ്റ്റേഷൻ്റെ താഴെ നിന്നും 64 ബസ് നമ്മുടെ റാസൽഖോർ ഭാഗത്തേക്കുണ്ട്. ഇത് ഉംറമോൾ ഭാഗത്തു കൂടെയാണ് ഈ ബസ്സിൻ്റെ യാത്ര. അപ്പോൾ ബസ്സിൽ ഏറ്റവും മുകളിൽ നിന്നാൽ മാത്രമാണ് നമുക്ക് ഇതേപോലത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇത് ഇടതുവശത്ത് കാണുന്ന റാഷിദിയ ഭാഗം, വലതുവശത്ത് ഉംറമോളും. അപ്പോൾ ഇവിടെ സിഗ്നലും കാര്യങ്ങളൊന്നുമില്ല. എയർപോർട്ടിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ മറ്റുള്ള പ്രതിസന്ധികളൊന്നുമില്ല. യാത്ര ചെയ്യാൻ സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ചു പോകാം. നമ്മുടെ സിവിക്കും പ്രിപ്പയർ ചെയ്തത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ മരങ്ങൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് ഉള്ളൊരു വർക്ക്ഷോപ്പിലാണ്. അവിടെയും ഒരുപാട് പ്രാവശ്യം ഞാൻ വന്നിട്ടും നമ്മുടെ വണ്ടി റെഡിയായില്ല. പിന്നെ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലമാണ് നാദൽ ഹമാർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് നമ്മുടെ നെസ്റ്റോ സ്ഥിതി ചെയ്യുന്നത്. നെസ്റ്റോ ഇടത് സൈഡിൽ നോക്കിയാൽ നെസ്റ്റോ കാണാൻ പറ്റും. ഈ സിഗ്നൽ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഫുള്ള് ബ്ലോക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യായി. പിന്നെ റാസൽഖോർ ഭാഗമാണ് മൊത്തം. അവിടെ മൊത്തം മാർക്കറ്റും അതേപോലുള്ള കാറിൻ്റേതായിട്ടുള്ള ഷോറൂമുകളും ചെറിയ ചെറിയ ഗ്യാരേജുകളും എന്ന് വേണ്ട ഒരുപാട് ഫാക്ടറികളും അടങ്ങിയൊരു സ്ഥലമാണ് റാസൽഖോർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കാറില്ലാത്തതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഇറങ്ങി ആക്സസ് ചെയ്ത് തിരിച്ചു പോകാനുള്ള സെറ്റപ്പില്ല. പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ ട്രാഫിക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തന്നെയാണ് ട്രാഫിക് സ്റ്റാർട്ടായത്. വൈകുന്നേരം ഏകദേശം 4 മണിയോട് കൂടിയാണ് ഞാൻ യാത്ര തുടങ്ങിയത്. ഇത് റാസൽഖോർ നമ്മുടെ മാർക്കറ്റിൻ്റെ ഉൾഭാഗത്തുള്ള കാഴ്ചകളാണ്. അവിടെ പാർക്കിങ്ങോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും അവിടെ ആപ്ലിക്കബിൾ ആയിട്ടില്ല. അത് ഇനിയിപ്പോൾ വരും ഭാവിയിൽ ആപ്ലിക്കബിൾ ആവുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ വീഡിയോ വീണ്ടും റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. യെസ്, അങ്ങനെ തിരക്ക് പിടിച്ച സായാഹ്നത്തിൻ്റെ മടക്കയാത്രയിലും നമ്മൾ അങ്ങോട്ട് പോയ അതേ വഴിയിലൂടെ തന്നെ വന്നപ്പോഴും പോയതിനെക്കാട്ടും ഡബിളായിരുന്നു തിരിച്ചു വന്നപ്പോഴും ട്രാഫിക്. പിന്നെ ഇവിടെ സിഗ്നലും മറ്റുള്ള കാര്യങ്ങളും ചെറിയ ചെറിയ റോഡുകളുള്ളതുകൊണ്ട് നമുക്ക് ട്രാഫിക്കിൻ്റെ കാഠിന്യം അധികം അറിയാതെ തന്നെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാം. ഇവിടെയുള്ള യാത്രകളൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അരമണിക്കൂറോ 3/4 മണിക്കൂറോ നമ്മൾ നേരെ മുന്നിൽ കണ്ടിട്ട് വേണം പോകാൻ. ഏത് സമയത്ത് ബ്ലോക്ക് വരാനും മറ്റുള്ള വണ്ടികളൊക്കെ കുത്തിക്കയറി വരാനും ട്രക്ക് വരാനും ഒക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ തപ്പിയതിന് ശേഷം മാത്രമാണ് ഈ ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല സമ്മറായതുകൊണ്ട് തന്നെ നല്ല ഹീറ്റ്, എക്സസീവ് ഹീറ്റാണ് ഇപ്പോൾ ഉള്ളത്. ബസ് സ്റ്റേഷൻ്റെ സ്റ്റോപ്പുകൾ വരുന്നത് അടുത്തടുത്തല്ല, വിട്ടുവിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ് സ്റ്റോപ്പുകളുടെ പേരുകൾ നമ്മൾ ഓർത്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ യാത്രകൾ തുടർന്നു. ഞങ്ങൾ ആദ്യമായിട്ട് 3 വർഷം മുന്നേ ഞാനും പൂക്കും കൂടി വണ്ടി നോക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഇറങ്ങിയ ബസ് സ്റ്റോപ്പായിരുന്നു ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ആ വെള്ള സൈൻ ബോർഡ്. അവിടുന്ന് ഇറങ്ങി അപ്പുറത്ത് കാണുന്ന കെ മാർട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തു നിന്നാണ് അന്ന് ആദ്യമായിട്ട് ഫുഡ് കഴിച്ചത്.